ഒറ്റ രാത്രി കൊണ്ട് ഗാസ സിറ്റിയിൽ ഇസ്രയേൽ കൊലപ്പെടുത്തിയത് 91 പേരെയാണ്. ജീവൻ രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് രാത്രിക്ക് രാത്രി പലായനം ചെയ്യുന്നത്. ഇസ്രയേലിന്റെ കരയാക്രമണത്തിൽ ഗാസ സിറ്റിയിൽ നിന്ന് ആളുകളുടെ പലായനം ഇപ്പോഴും തുടരുകയാണ്. 2 വർഷത്തെ യുദ്ധത്തിനിടയിൽ ഗാസ സിറ്റിയിൽ ഇസ്രയേൽ നടത്തിയ ഏറ്റവും ക്രൂരമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഒരിക്കലും തിരിച്ചു വരാനാകാത്ത രീതിയിലാണ് ഗാസ സിറ്റിയിൽ നിന്നും ആളുകൾ പലായനം ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രയേൽ കരയാക്രമണത്തെക്കുറിച്ച് ഗാസ കത്തുന്നുവെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാട്സ് പ്രതികരിച്ചത്. കഴുതപ്പുറത്തും വാഹനങ്ങളിലും തങ്ങളുടെ അവശ്യ സാധനങ്ങളുമായി പലായനം ചെയ്യുന്ന ഗാസക്കാരുടെ ചിത്രം അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിക്കുന്നുണ്ട്. ഗാസ സിറ്റി ഏറ്റെടുക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ച ആദ്യ നാളുകളിൽ ഗാസ സിറ്റിയിൽ തന്നെ തങ്ങാൻ നിരവധി പേർ തീരുമാനിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ബോംബാക്രമണത്തിലൂടെ കൂടുതൽ പേരും തെക്ക് ഭാഗത്തേക്ക് പലായനം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ മാത്രം ഗാസ സിറ്റിയിൽ കൊല്ലപ്പെട്ടത് 91 പേരാണ്. ഗാസയിൽ ഉടനീളം 106 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസ സിറ്റിയിലെ കുറഞ്ഞത് 17ഓളം കെട്ടിടങ്ങളാണ് ഒറ്റ രാത്രി കൊണ്ട് തകർന്നത്. ബോംബാക്രമണത്തിനൊപ്പം സ്ഫോടകാത്മക റോബോട്ടുകൾ ഉപയോഗിച്ചും ഇസ്രയേൽ സൈന്യം ഒരേ സമയം വടക്ക്, തെക്ക്, കിഴക്ക് പ്രദേശങ്ങളിൽ ആക്രമണം നടത്തി. 2 വർഷമായി തുടരുന്ന ഇസ്രയേൽ ആക്രമണത്തിന്റെ തുടക്കത്തിൽ തന്നെ 10 ലക്ഷത്തോളം ആളുകളാണ് ഗാസ സിറ്റിയിലേക്ക് പലായനം ചെയ്തത്. എന്നാൽ ഇപ്പോൾ എത്ര പേർ അവിടെ അവശേഷിക്കുന്നുണ്ടെന്ന കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല. ഗാസ സിറ്റിയിൽ നിന്നും ആളുകൾ പലായനം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൈനിക വാഹനങ്ങളും ടാങ്കുകളും ഗാസ സിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന ആകാശ ദൃശ്യങ്ങളും ഇസ്രയേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്.